ഈശോയെ, വരാൻ പോകുന്ന ആരാധനാ മണിക്കൂറിലെല്ലാം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി നിബന്ധനകളിൽ പാലിക്കുന്നതിൽ വന്നുപോയിട്ടുള്ള പിഴവുകൾ പരിഹരിച്ച് കൂടുതൽ ദൈവസ്നേഹത്തോടെ മുന്നേറാൻ ഉതകുന്ന, സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്താൻ ഉതകുന്ന വലിയ വചന ബോധ്യങ്ങൾ ഈ ആരാധനയിലുടനീളം നമുക്ക് ലഭിക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനാ മണിക്കൂറിൽ നിന്നെ സ്നേഹിച്ച് അറിഞ്ഞ് ആരാധിക്കുവാനുള്ള വലിയ അഭിഷേകം നമുക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വരാൻ പോകുന്ന ഒക്ടോബർ 25 മഹാ അഖണ്ഡ ജപമാല റാലിയെ പ്രത്യേകമായിട്ട് നമുക്ക് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റാലിയുടെ എല്ലാ ഒരുക്കങ്ങളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മേൽനോട്ടം ഞങ്ങളുടെ എല്ലാ കുറവുകളിലും, ഒപ്പം തന്നെ ഞങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന ലക്ഷക്കണക്കിന് മക്കളെ മുൻകൂട്ടി അൾത്താരയിൽ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന്, ഈശോയെ നിത്യതയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. കൃപാസനത്തിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഈ ആലയത്തിൽ ഈ സമയമായിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്കൊരു നിമിഷം ശക്തമായി ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം. ഈശോയേ, ഈ പ്രഭാത സമയം നിന്നെ അറിഞ്ഞ് ആരാധിക്കുവാൻ ഈ ആലയത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. പരിശുദ്ധ ദൈവമാതാവിനോടൊപ്പം സിഹിയോൻ മാളികയിൽ അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ മധ്യത്തിലേക്കും ആത്മാവിന്റെ ഈ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പന്തക്കുസ്ത അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സാക്ഷികളാക്കി ഞങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, 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 മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ആരാധന ആരാധന, മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായ വിഷമതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും പരിശുദ്ധതയും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് സുരേഷ് ഫെലിക്സ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കാര്യം ഇങ്ങനൊരു സാക്ഷ്യം പറയാനായിട്ടും ഇവിടെ വന്നു നിന്ന് മാതാവിൻ്റെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യം പറഞ്ഞത് എൻ്റെ സിസ്റ്ററിന് MSc നേഴ്സിങ്ങിൻ്റെ പരീക്ഷയുടെ സമയത്ത് അവൾക്കത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാമെന്ന് അമ്മ നേർന്നിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വൈഫ് 2023 മുതൽ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. എങ്കിലും എനിക്ക് അതിനകത്ത് അങ്ങനെ വലിയൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നു പോകും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്നൊരു സംശയത്തിൽ ഞാൻ അങ്ങനെ അതിന് വലിയൊരു ഇതൊന്നും കൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്തിന് ഞാൻ പലപ്പോഴും പഠിക്കുന്ന സമയത്തും ഒക്കെ എൻ്റെ മെറിറ്റ് അല്ലായിരുന്നിട്ടും എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് അതുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് എനിക്ക് എല്ലാ കോഴ്സുകളാണെങ്കിലും അതുപോലെ തന്നെ ജോലി എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നല്ല രീതിയിൽ നടന്നുപോയി. ഒരിക്കലും എൻ്റെ മെറിറ്റ് അല്ലായിരുന്നു, എല്ലാം ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ആയിരുന്നു. അങ്ങനെ എനിക്ക് 2 പോസ്റ്റ് ഗ്രാജുവേഷനും ലോയും ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു. എങ്കിലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് തന്നെയായിരുന്നു. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അത്രയും നല്ലത്. കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും ഞാൻ ഗവൺമെൻറ് ജോലിക്ക് അപേക്ഷിച്ചു, പക്ഷേ അപ്പോൾ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാനൊരു 7ഓളം പ്രൈവറ്റ് കമ്പനികൾ 6-7 പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്തു. വിവിധ തസ്തികകളിൽ അഡ്മിനിസ്ട്രേഷൻ, HR, ലീഗൽ എല്ലാ വകുപ്പുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്കൊരു ഗവൺമെൻറ് ജോലി അപ്പോൾ ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ ആ കിട്ടുന്നതനുസരിച്ച് അങ്ങ് പോയി. എന്തായാലും എൻ്റെ പഠിത്തവും കാര്യങ്ങളും നടക്കുന്നുണ്ട്, എനിക്ക് മാന്യമായൊരു ശമ്പളമുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ അങ്ങനെ അങ്ങ് പൊക്കോട്ടെന്ന് ഓർത്തു. എങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം വീട്ടിൽ അങ്ങനെ തന്നെ പോയി. അങ്ങനെ ഇരിക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഒരു പ്രോജക്റ്റ് വന്നു. അത് കോൺട്രാക്ട് ബേസിസിലായിരുന്നു. ആ പ്രോജക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു 2 വർഷത്തെ കോൺട്രാക്റ്റിനൊരു ജോലി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ അത് ലഭിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവിടെയും ഫ്യൂച്ചറിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പെർമനൻറ്റ് ജോലിയൊക്കെ കിട്ടാൻ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നമുക്കത് അബ്സോർവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യവും അത് പ്രാർത്ഥിച്ചു. ഞാൻ പല അവസരങ്ങളിലും പല ഹയർ പോസ്റ്റൊക്കെ വന്നപ്പോൾ ഞാൻ അപേക്ഷിച്ചിട്ടും അപ്പോഴെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച ഒരു പോസ്റ്റിൽ കോൺട്രാക്റ്റ് വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ 60 വയസ്സ് വരെ അങ്ങ് പോകാൻ, പെൻഷനൊന്നും കാണത്തില്ല, ഒരു സ്റ്റാൻഡേർഡ് സ്കെയിൽ പേ കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്ര അടുത്ത് വന്നു ഇങ്ങനൊരു അവസരമൊക്കെ ദൈവം തന്നു. എന്നിട്ടും എന്തുകൊണ്ട് നമുക്കതൊരു പെർമനൻ്റായിട്ട് കിട്ടുന്നില്ല? അപ്പോൾ പലപ്പോഴും ഏവിയേഷൻ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും 10-17 വർഷം പ്രൈവറ്റിലായിരുന്നതുകൊണ്ടും അവർക്കൊരിക്കലും അത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അറിയാമല്ലോ, ഗവൺമെൻറ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അകത്ത് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞൊന്നും അയാൾക്ക് കിട്ടത്തില്ല. ഓൾ ഇന്ത്യ നോട്ടിഫിക്കേഷനാണ്, അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സിൽ കൂടെ പോകണം. അപ്പോൾ അവിടെ അകത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊരു സ്പെഷ്യൽ കാര്യമൊന്നുമല്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ആ സെയിം പോസ്റ്റിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ വരികയുണ്ടായി. പക്ഷേ ഒറ്റ വേക്കൻസി ഉള്ളപ്പം ഞാനൊരു ജനറൽ കാറ്റഗറിയാണ്, മൈനോറിറ്റി കാറ്റഗറി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് റിസർവേഷനോ ഒരു കാര്യങ്ങളും ഇല്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യനും കൂടാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ഹയർ പോസ്റ്റുകളിലോട്ടൊക്കെ എപ്പോഴും അവർ കൂടുതലൊരു നോർത്ത് ഇന്ത്യൻസിന് തന്നെ ഒരു പ്രിഫറൻസ് വരും. അത് ഓട്ടോമാറ്റിക്കലി, കാരണം അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും ഹിന്ദിയൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും ഇൻ്റർവ്യൂവിലൊരു പ്രിഫറൻസും അവർക്കേ വരത്തുള്ളൂ. അപ്പം എനിക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലേ, പ്രൈവറ്റ് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അതൊരു കാരണവശാലും എനിക്കൊരു ക്വാളിഫിക്കേഷനായി മാറത്തില്ല. എന്നിരുന്നാലും ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, എക്സ്റ്റേണൽ ബോർഡും അതും ഇതൊക്കെയാണ്. ഇൻ്റർവ്യൂ വളരെ പ്രയാസമായിരുന്നു, എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് ഏകദേശം എനിക്ക് അന്ന് തന്നെ ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഏതെല്ലാം ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പലരുമായിരുന്നു ഡെപ്യൂട്ടേഷനായിട്ടോ അല്ലെ ഈ പോസ്റ്റിലേക്കോ അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലായി അവരുമായിട്ട് മത്സരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം ഗവൺമെൻറ് എക്സ്പീരിയൻസ് വരുമ്പം എൻ്റെ കുറഞ്ഞു പോകും. എന്നാലും ഞാനത് അപ്ലൈ ചെയ്തു. ഏകദേശമൊക്കെ ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആകാറായി.
അപ്പോൾ എനിക്ക് ഏകദേശം അറിയാമായിരുന്നു ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. കാരണം ഓട്ടോമാറ്റിക്കലി ഒരു പെർമനൻറ്റ് പോസ്റ്റിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ടെമ്പററി എടുത്ത ആൾ അയാളുടെ പീരീഡ് കഴിയുമ്പോൾ അയാൾ ഇറങ്ങിപ്പോകണം. അയാൾക്ക് പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ ആ സമയത്തും കൃപാസന ഉടമ്പടിയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, വൈഫും ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ കാര്യവും എനിക്കറിയാം, അവളും അത് പാസ്സാകുകയും ചെയ്തു. അമ്മ എങ്ങനെ നേർന്നിട്ട് അവൾക്ക് പാസ്സായി. അപ്പോൾ വൈഫും ഒക്കെ പറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴും അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും പിന്നെ ഞാനതങ്ങ് വിട്ടു മാറി മാറി അങ്ങ് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 9 വർഷം മുമ്പ്, ഒരു KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറ്റിയൊരു പരിക്കിൻ്റെ ഭാഗമായിട്ട് ബ്ലാഡറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വന്നു തുടങ്ങിയത് 2 വർഷം മുമ്പായിരുന്നു. 1.5 കൊല്ലം ചികിത്സയൊക്കെ ചെയ്തിട്ടും അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇടയ്ക്കാണ് അവിടെ ഡൽഹിയിൽ തന്നെ പല ടോപ്പ് കാറ്റഗറി ഓഫീസേഴ്സിനൊക്കെ ഇത് ചെയ്യുന്ന, നമ്മുടെ ചികിത്സ ചെയ്യുന്ന, ഈ മർമ്മ ചികിത്സ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാനിടയായി. അതൊരു സിസ്റ്റർ വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഈ ചികിത്സ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാഡർ അങ്ങ് ശരിയായേക്കും. അങ്ങനെ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നാൽ ശരി തുടങ്ങിയേക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്, 14 ദിവസത്തെ സമയമേ ഉള്ളൂ ഇതപ്പോൾ. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആക്കിയത്, ചിലപ്പോൾ എൻ്റെ ഒരു റിസൾട്ട് വരാനുണ്ട്, അത് ഫെയിലായാൽ ഞാൻ പിന്നെ അധികകാലം നിൽക്കത്തില്ല ഡൽഹിയിൽ, എനിക്ക് തിരിച്ചു പോയി ലോ പ്രാക്ടീസ് ചെയ്യുമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോട്ടോ കയറുക എന്നുള്ളതേ ഉള്ളൂ. അന്ന് പറഞ്ഞപ്പോൾ അയാൾ 1 മിനിറ്റ് പറഞ്ഞു, ഏതായാലും നിങ്ങൾ വീട്ടിലോട്ട് വന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് അയാൾ കയറി വന്നു. വീട്ടിൽ കയറി വന്നിട്ട് അയാൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളങ്ങനെ അപേക്ഷിച്ചേക്കുക അല്ലേ, അതായത് ഇതൊക്കെ ശരി, ഇവിടെ എന്തോ ഒരു പ്രാർത്ഥനയുടെ കുറവ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തോന്നുന്നുണ്ട്. അത് എവിടെയോ ഈ ആലപ്പുഴയിലെങ്ങാണ്ട് ഒരു 90 ദിവസത്തെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് കേട്ടു. അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല. അയാൾ ഇതായിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു കൃപാസനത്തെക്കുറിച്ച് അത്ര വലിയ അറിവൊന്നും അദ്ദേഹത്തിനില്ല. ചുമ്മാ അത് പറഞ്ഞു. ഞാൻ അന്നേരവും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ ചികിത്സയും തുടങ്ങി, റിസൾട്ടും വന്നു. ഞാൻ ഫെയിലായി, വെയിറ്റിംഗ് ലിസ്റ്റിലായിപ്പോയി. ഫസ്റ്റ് വേറെ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൽ നിന്നുള്ള ആൾക്ക് കിട്ടി. അപ്പം എനിക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് അതിനകത്ത് പറ്റാത്ത തോന്നുന്നു. പിന്നെ ഞാൻ ഓർത്തതായാലും ചികിത്സ തുടങ്ങിയില്ലേ, ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മർമ്മ ചികിത്സ എന്നൊന്നും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ശരി എന്നാൽ അങ്ങനെ തുടർന്നോട്ടെ എന്നോർത്തു. പിന്നെ അദ്ദേഹം അന്ന് രാത്രി വന്നപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്നാ വല്ലാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസൾട്ട് വന്നു, ഇനിയിപ്പം എനിക്ക് അധികം എക്സിസ്റ്റൻസ് ഇല്ല, എൻ്റെ തീരാറാവും, ഡിസംബറോടുകൂടി എൻ്റെ കോൺട്രാക്റ്റ് തീരും, ഞാൻ തിരിച്ചു പോയി. ഇനി റിന്യൂ ചെയ്താലും ഞാൻ നിൽക്കുന്നില്ല. കാരണം പെർമനൻറ്റ് പോസ്റ്റിൽ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ പിന്നെ അതിനകത്ത് ഇരിക്കുന്നത്, വലിയ കാര്യമില്ലല്ലോ. ചിലപ്പോൾ സർക്കാരിനോട് ചോദിച്ചാൽ സർക്കാർ 2 കൊല്ലം 3 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുമായിരിക്കും. ആവശ്യമുണ്ട് വേറെ ഏതെങ്കിലും ഇന്ത്യയിൽ എവിടെയും വിടാം. 19 ബ്രാഞ്ചുകളോളം ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ എവിടെ വേണേലും വിടാം. പിന്നെ ഇനി വല്ല ബോംബെയിലോ വേറെ എന്തെങ്കിലും സൈഡിലോട്ട് വിട്ട് കഴിഞ്ഞാൽ തന്നെ ഫാമിലിയായിട്ടത് പോകാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും പെർമനൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനെന്നാൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴയാൾ എന്നോട് ചോദിച്ചു, ഞാനെന്ന് എന്തോ ഒരു പ്രാർത്ഥന 90 ദിവസമൊക്കെ ആലപ്പുഴയിലൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ, അതൊന്ന് ചെയ്തുകൂടാൽ എന്താ, അത് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു അത്ഭുതം നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരറിവില്ലാത്ത ഒരു മനുഷ്യൻ ഇതിങ്ങനെ പറയുകയും അയാൾക്ക് അപ്പോഴും കൃപാസനം എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനുമാണ് അയാൾ. ക്രിസ്ത്യാനി തന്നെയാണ്. അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനെന്നാൽ ഓർത്തു, ഏതായാലും അമ്മ ഇങ്ങനെ ഇതൊന്ന് ചെയ്തു, പെങ്ങളുടെ കാര്യത്തിലൊരു ഇതുണ്ടായി, അവൾക്കൊരു പാസ്സാകാൻ പറ്റി, പിന്നെ വൈഫും ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ പിന്നെ ഏതായാലും ഒന്ന് ചെയ്തേക്കാം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പം നഷ്ടപ്പെടാനൊന്നുമില്ല, ഇവിടുന്ന് ഇപ്പോൾ ഏതായാലും പോരുക, അടുത്തൊരു പരിപാടി നോക്കണം. അപ്പോൾ ഞാനത് പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ഡൽഹിയിലുള്ള വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഓർഫണേജുകൾ, അങ്ങനെ വലിയ ഇതായിട്ടുള്ളതൊന്നുമല്ല, അവിടെയൊക്കെ പോയി എന്നെക്കൊണ്ടാകാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ കുറച്ചുകൂടെയൊക്കെ ജീവിത രീതികളിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. ഞാൻ കുറച്ചുകൂടെയൊക്കെ ജോലിയിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യം ഇപ്പോൾ എനിക്കിനിയിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം നല്ലത്. കാരണം ഒറ്റ സൗത്ത് ഇന്ത്യനേ ഉള്ളൂ, ഓൾ ഇന്ത്യ ആ ഒരു ഓർഗനൈസേഷൻ, ഏവിയേഷൻ്റെ കീഴിലാണ്. അപ്പോൾ ഞാനായിട്ട് ഇനിയിപ്പോൾ അതിനകത്തൊരു മോശം കാണിക്കേണ്ട, അയാൾ നിന്ന് ലാസ്റ്റ് ഡേയ്സ് വരെ നന്നായിട്ട് അങ്ങ് പൊക്കോട്ടം ഓർത്ത് ഞാൻ നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ച് അതേ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ പയ്യെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 90 ദിവസം ഈ ഉടമ്പടി നന്നായിട്ട് ചെയ്യുക. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. 5 മണിക്ക് എണീക്കാത്ത, ഞാൻ പല കോഴ്സുകൾ പഠിച്ചപ്പോഴും ഞാനൊരിക്കലും 5 മണിക്ക് എണീറ്റ് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു 5 മണിക്ക് എണീറ്റ് 5:30 ആകുമ്പോൾ എണീറ്റ് അച്ഛൻ്റെ ഈ പ്രയർ കൂടുക, പിന്നെ കുറച്ചുകൂടെ മാതാവിനെ അറിയുക, കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ, അതിപ്പോൾ എനിക്ക് നല്ല പുതുമ തോന്നി. ഓക്കെ, തീർച്ചയായിട്ടും നല്ല ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുമല്ലോ, ഏറ്റവും വലുത് അതല്ലേ. അങ്ങനെ ഞാനത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴും എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ശകലം ഇടയ്ക്ക് വിഷമം വന്നായിരുന്നു. കാര്യം എന്നാന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ കളിച്ചാലും റിസൾട്ട് ഡിക്ലെയർ ചെയ്തു 3 മാസത്തിനുള്ളിൽ ആൾ ജോയിൻ ചെയ്യും.
അപ്പോൾ പിന്നെ ഇനിയിപ്പം അടുത്തൊരു പരിപാടി നോക്കണം ഡിസംബർ വരെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നതിലും കാര്യമില്ല എന്നുള്ള ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്താണ് വെറുതെ ഞാൻ അച്ഛനെന്ന ഇടയ്ക്ക് പറയുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. വെറുതെ ഞാനൊരു ഡേറ്റ് ഇട്ടു, മെയ് 2 തീയതിയിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുകയാണേ അത് വലിയൊരു അത്ഭുതമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് ചുമ്മാ പറഞ്ഞു എന്നാൽ പിന്നെ മെയ് 7 വെച്ചോ, മെയ് 7 ഞാൻ പറഞ്ഞു നീ ഇട്ടോ, അപ്പോൾ അവൾ ഉടമ്പടിയിലുള്ളതല്ലേ, അതുകൊണ്ട് ശരി മെയ് 7 ഇട്ടോ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 2 ഇട്ടോ, അവൾ മെയ് 7 ഇട്ടു. ഏകദേശം ഞാൻ പയ്യെ ഇങ്ങനെ ഈ ഓർഫനേജുകളും അങ്ങനെയുള്ള മന്ദിരങ്ങളൊക്കെ സന്ദർശിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി പോസിറ്റീവ്ലി ഞാൻ അതിലേക്ക് കയറാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നൽ വീണ്ടും എൻ്റെ മനസ്സിൽ വരികയും ഏതാണ്ട് ഒരു ഏപ്രിൽ അവസാനം ആകാറായപ്പോഴേ ഞാൻ അതിൻ്റെ സെക്രട്ടറിയുടെ വായിൽ നിന്ന് കേട്ട ഒരു വാക്ക്, ഫസ്റ്റ് വന്ന ആളെ സംബന്ധിച്ചോളം അയാൾ എന്തോ പരസ്പര വിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു, ഒരു പക്ഷേ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല. കാര്യം അയാൾ എന്തൊക്കെയോ മാറി അയാൾക്ക് ബോംബെ വേണോ അവിടെ വേണോ ഇവിടെ വേണോ എന്നൊക്കെ മാറി ഗവൺമെൻറ്റിൽ തന്നെ ഇരുന്ന ആളാണ്, അങ്ങനെ മാറി പറയുന്നു. ഒരു പക്ഷേ അത് മാറി സുരേഷിലേക്ക് തന്നെ അത് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല, അങ്ങനെ തന്നെ പോയി. അങ്ങനെ കൃത്യം മെയ് 2 തീയതി ആയപ്പോഴത്തേക്കിന് ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ അവിടെ വരികയും എന്നെ നേരിട്ട് വിളിച്ച് എന്നോട് പറയുകയാണ്, ഞങ്ങൾ മാക്സിമം ഫസ്റ്റ് ആൾ വളരെ മിടുക്കനായിരുന്നു, നിങ്ങൾക്ക് സെക്കൻഡ് ആളെന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഭയങ്കര അന്തരമാണ് വന്നത്. 15 പേരായിരുന്നു ലക്ഷങ്ങളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിന് വന്നത്. അപ്പോൾ ആ 2 പേരും തമ്മിൽ ഇത്രയും അന്തരം ഉണ്ടായിട്ടും ആദ്യത്തെ ആളെ എന്തോ പ്രശ്നത്താൽ അയാൾക്ക് പറ്റുന്നില്ല, അയാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ സ്ഥാപനത്തിൽ തന്നെ ഗവൺമെൻറ്റാണ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ചാൻസ് വരാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ആരോടും ഒന്നും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് തോന്നി 2 തീയതി ഞാൻ വെറുതെ എഴുതിയിട്ട് 2 തീയതി തന്നെ ഇത് കറക്റ്റായിട്ട് സംഭവിക്കുകയും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സാക്ഷ്യം പറയണമെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് ഏകദേശം 7 തീയതി ആയപ്പോൾ വൈഫ് ഡേറ്റ് ഇട്ടുന്ന 7 തീയതി ആയിരുന്നു. 7 തീയതി ആയപ്പോൾ എൻ്റെ ഓഫർ ലെറ്ററും കിട്ടി. അങ്ങനെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇന്നിപ്പോൾ ഞാൻ ഡൽഹിയിലെ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കിപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി ഞാൻ ജോലി ചെയ്തു വരുന്നു. അത് കൃപാസന മാതാവിൻ്റെ അടുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ 101% വിശ്വസിക്കുന്നു. കാരണം ഒരു കാരണവശാലും അതിനകത്ത് കിട്ടാനായിട്ടുള്ള ഒരു മെറിറ്റ് ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ എനിക്കത് ലഭിക്കുകയും ചെയ്തു. ഞാനതിന് പ്രത്യേകം മാതാവിനോട് നന്ദി പറയുന്നു. ഒരു യേശുവിൻ്റെ സാക്ഷിയായി എന്നും ജീവിക്കാൻ എന്നെ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാൻ പത്രം ഡൽഹിയിലെ NCR ഏരിയയിലൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ബൈബിൾ അരമണിക്കൂർ വായിക്കാൻ, കാരണം ബൈബിൾ വായിക്കുമായിരുന്നു, ചുമ്മാ അങ്ങ് എവിടുന്നേലും എടുത്ത് വായിക്കുമായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിനൊരു സുഖം, നമ്മളങ്ങനെ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല, എന്നാലും അവിടെ ചെന്ന് സന്ദർശിക്കുകയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കൊരിക്കലും വില കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല. അതൊക്കെ കൃപാസനത്തിൽ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നടന്നത്. അല്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഓർഫനേജ് സന്ദർശിക്കാനൊന്നും ഞാനിതുവരെ തയ്യാറായിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിലും മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. ഇങ്ങനൊരു ഇതുകൊണ്ട് അത് TV കാണുന്ന പോലെയല്ല നേരിട്ട് എന്ന് കാണുമ്പോഴത്തേക്കിന്. അതിവിടെ പലർക്കും അറിയാമായിരിക്കും, അത് ചെല്ലുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതൊക്കെ കൃപാസനത്തിൽ വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനെല്ലാം ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. എൻ്റെ പേര് അജിൻ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുണ്ടക്കയ ഇടവകയിൽ നിന്ന് വരുന്നു. വൈഫിൻ്റെ പേര് മരിയ അഗസ്റ്റിൻ. ജൂൺ 17, 2024 ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങൾക്ക് രണ്ടാമതായിട്ട് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് എടുത്തത്. 2020 ആ സമയത്ത് ആദ്യത്തെ പ്രഗ്നൻസിക്ക് ശേഷം PCODയുടെ പ്രോബ്ലം ഇച്ചിരി സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നതിനാൽ രണ്ടാമത്തെ കുഞ്ഞ് ഞങ്ങൾ പല ചികിത്സകൾ ചെയ്തിട്ടും ഉണ്ടാകുന്നില്ലായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഇംഗ്ലീഷ് മരുന്നുകൾ പരിശീലിച്ചു, എന്നിട്ടും ആയില്ല. അപ്പോൾ ഞങ്ങൾ മരുന്നുകളെല്ലാം നിർത്തിയിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഒരു തവണ കൂടി ഒക്ടോബർ 10 ഞങ്ങൾ 2024 ഒക്ടോബർ 10 ഉടമ്പടി പുതുക്കിയതിന് ശേഷം വൈഫ് പ്രഗ്നൻ്റ് ആയി. വൈഫ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം 2025 ജൂൺ 6 പെട്ടെന്ന് ചില കോംപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായി. വൈഫ് കാരിത്താസ് മാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വൈഫിന് പെട്ടെന്ന് തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് കൂടി, പെട്ടെന്ന് ശരീരം മുഴുവൻ നീരാവുകയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഭയങ്കര വണ്ണം വെച്ച് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പെട്ടെന്ന് മാറി.
അങ്ങനെ 2025 ജൂൺ 12-ാം തീയതി കുഞ്ഞിനെ പെട്ടെന്ന് പുറത്തെടുക്കേണ്ടി വന്നു. 31-ാമത്തെ ആഴ്ച കുഞ്ഞിനെ പുറത്തെടുത്തു. അങ്ങനെ അവളെ ഇൻക്യുബേറ്ററിലോട്ട് മാറ്റി. CPAP സപ്പോർട്ടോടുകൂടിയായിരുന്നു ആദ്യം നിന്നത്. അപ്പോൾ CPAP സപ്പോർട്ട് പല ദിവസങ്ങളിൽ ഒരു 40% കൊടുത്തുകൊണ്ടിരുന്നത്. പല തവണ മാറ്റാൻ ട്രൈ ചെയ്യുമ്പോഴും കുഞ്ഞിന് വീണ്ടും അസ്വസ്ഥത ഉണ്ടാകും, വീണ്ടും CPAP സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ PDA ഹോൾസ് പ്രതീക്ഷിക്കാത്തതിലും വലുതായിട്ട്, സാധാരണ എല്ലാ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഹോൾസാണത്, പക്ഷേ എങ്കിലും അത് വലുതായിട്ട് കുഞ്ഞിനുണ്ടായിരുന്നു. അങ്ങനെ അതുണ്ട്. പിന്നെ മൂന്നാമതൊരു പ്രോബ്ലം കൂടി, ഫീഡിങ് കൊടുത്തു കഴിഞ്ഞിട്ട് ട്യൂബ് ഇങ്ങനെ വലിച്ചു നോക്കുമ്പം ബ്ലഡിൻ്റെ അംശം എല്ലാ തവണയും കാണുന്നതുകൊണ്ട് ഫീഡിങ് നിർത്തും. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് വന്നതുകൊണ്ട് അവസാനം ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ 2025 ജൂൺ മാസം 21-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് അച്ഛനെ കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിച്ചു. അച്ഛൻ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം കാശുരൂപം തന്നു. കാശുരൂപം കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ടുപോയി ഇൻക്യുബേറ്ററിൽ കുഞ്ഞിൻ്റെ അടുത്ത് കാശുരൂപം വെച്ചു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം എടുത്ത് കുഞ്ഞിൻ്റെ നെറ്റിയിൽ പുരട്ടി ഞങ്ങൾ നേഴ്സുമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ കുഞ്ഞ് പെട്ടെന്ന് തന്നെ CPAP സപ്പോർട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്രശ്നം കുഞ്ഞിനുണ്ടായിട്ടില്ല. പിറ്റേ ദിവസം CPAP സപ്പോർട്ട് മാറ്റി. പിറ്റേ ദിവസം തന്നെ ഈ PDA ഹോൾസ് ആദ്യത്തെ തവണ പാരസെറ്റമോൾ ഹോൾസ് കൊടുത്തിട്ട് അടഞ്ഞിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസം വീണ്ടും പിന്നെയുള്ള സ്കാനിങ്ങിൽ കുഞ്ഞിന് PDA ഹോൾസ് ഇല്ല. ബാക്കി ഫീഡിങ് ട്യൂബ്സ് ആണെങ്കിലും എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ആ ബ്ലഡിൻ്റെ അംശം പിന്നെ വന്നിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ദൈവത്തിനും ഈ കാരുണ്യവാനായ ദൈവത്തിന് ഒത്തിരി നന്ദി. അമ്മ മാതാവിന് ഒത്തിരി നന്ദി. പിന്നെ രണ്ടാമതായിട്ട്, ഞാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നിരുന്ന ഒരു അവസ്ഥയിലാണ്. ഞാൻ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു തകർച്ചയിലായിരിക്കും. എനിക്ക് ഒത്തിരി പേര്, ഞാൻ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഗോതമ്പ് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ബിസിനസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് പലരും, ഞാൻ ബിസിനസ് ചെയ്തവർ പലരും എനിക്ക് പൈസ തരാനുള്ള അവസ്ഥയും സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്നൊരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ പേരിലൊരു കമ്പനി ഉള്ളതുകൊണ്ട് ആരും എന്നെ ജോലിക്ക് എടുക്കുകയല്ലെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഉടമ്പടി പുതുക്കി ആദ്യത്തെ ആഴ്ച തന്നെ, ഒക്ടോബർ 10 പുതുക്കുന്നു, നവംബർ മാസത്തിൽ എനിക്ക് ദൈവം എനിക്കൊരു ജോലി തന്ന്, അവിടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കൊരു കമ്പനി ഗുജറാത്തിൽ ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു. നല്ലൊരു പൊസിഷനിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു. മൂന്നാമതായിട്ട്, എൻ്റെ വൈഫിൻ്റെ അപ്പോയിൻമെൻറ്റ് 2020 ജൂൺ മാസം അവൾ ജോലിക്ക് കയറിയതാണ്. കേരള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ ജോലിക്ക് കയറിയതാണ് കാരപ്പള്ളി രൂപതയുടെ കീഴിൽ. പക്ഷേ പലതവണ ഞങ്ങൾ അപ്പോയിൻമെൻറ്റിന് അപ്രൂവലിന് വേണ്ടി സമീപിച്ചെങ്കിലും കോട്ടയത്തെ ഓഫീസിൽ നിന്ന് 3 തവണ റിജക്റ്റ് ആയതുകൊണ്ട് അത് തിരുവനന്തപുരത്തിന് വിട്ടു. ഒരു തരത്തിലും രക്ഷയില്ല എന്നൊരവസ്ഥയിൽ തിരുവനന്തപുരത്ത് ഞങ്ങളെത്തി. തിരുവനന്തപുരത്ത് വെച്ച് പെട്ടെന്ന് തന്നെ പിന്നെ ആ ഉടമ്പടി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ വേണ്ടി വരുന്നൊരു കാരണം അതാണ്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഓരോ ഫയലുകളും നീങ്ങുകയും ഇപ്പോൾ അവളുടെ ശമ്പളം പാസ്സാക്കി കിട്ടുകയും ചെയ്തു. അപ്പോയിൻമെൻറ്റ് പാസ്സായി. അതിനുശേഷം പ്രൊമോഷനും കൂടെ പാസ്സായി കിട്ടി. പെട്ടെന്ന് എല്ലാം ചെയ്തു തന്ന അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ അടുത്തുള്ളൊരു മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുന്ന കേന്ദ്രത്തിൽ ചെന്ന് അവരെ കുളിപ്പിക്കുകയും അവരോടൊത്ത് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ നമ്മുടെ കൃപാസന പത്രം വിതരണം ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. ഞങ്ങളെ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഒത്തിരി നന്ദി. ഈശോയ്ക്ക് നന്ദി.